ാണ് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. നിയമസഭയിൽ ഇത് അവതരിപ്പിക്കുക, അതിനുശേഷം അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്തുക, എത്തരത്തിലൊക്കെ ഈ ഒരു നിയമ ഭേദഗതി മുന്നോട്ട് കൊണ്ടുപോകണം, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതിന് സ്വീകരിച്ചു വരേണ്ട തദ്ദേശ തലത്തിൽ എന്തൊക്കെയാണ് അതിനുവേണ്ടി സ്വീകരിക്കേണ്ട നടപടികൾ, അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇനിയും ചർച്ചയാകാനുണ്ട്. എന്തായാലും വന്യമൃഗങ്ങൾ വലിയ രീതിയിൽ ഒരു ആശങ്ക തീർത്തിരുന്നു കേരളത്തിൽ, അല്ലെങ്കിൽ കേരളത്തെ പോലെയുള്ള ഒരു പ്രകൃതി ഘടനയുള്ള ഏത് സംസ്ഥാനത്തും ഈ ഒരു നിയമം പ്രാവർത്തികം ആക്കേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ അത് പ്രാവർത്തികമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ബില്ലിലേക്ക് എത്തിയിരിക്കുന്നു. ബില്ലിന് മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. വർഷങ്ങളായി കേരളം നേരിട്ട് വരുന്ന പ്രശ്നങ്ങൾ കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ഒരു നിമിഷത്തിൽ പോലും ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടായി, അത്തരത്തിലുള്ള വാർത്തകളും ഒക്കെ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വന്യമൃഗങ്ങളെ, അക്രമകാരികളായ വന്യമൃഗങ്ങളെ, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ ക്ഷുദ്രജീവികളാക്കി പ്രഖ്യാപിച്ച് അതിനെ കൊല്ലാൻ വേണ്ടിയുള്ള നിയമ ഭേദഗതിയാണ് ഇപ്പോൾ അതൊരു ബില്ലായി മന്ത്രിസഭാ യോഗത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഡി ബിനോയ് ഉണ്ട് വിശദാംശങ്ങളുമായി. ബിനോയ്, അംഗീകാരം ലഭിച്ചു, എന്തൊക്കെയാണ് വിവരങ്ങൾ? കേന്ദ്ര വന നിയമം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ബില്ല് വന്നാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ ഒരു ആദ്യ കടമ്പ കടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ വനവും വന്യജീവികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറെ നാളായി വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വേളകളിലും ഇത്തരത്തിൽ ചർച്ചകൾ ഉയരുന്നതും പതിവാണ്. എന്നാൽ ഇവിടെ ഈ മന്ത്രിസഭാ യോഗം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ പാസ്സാക്കിയിരിക്കുന്ന ഈ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 വിഭാഗത്തിൽപ്പെട്ട ഉപദ്രവകാരികളായ മൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ബില്ലാണ്. ഷെഡ്യൂൾഡ് 1 എന്ന് പറയുമ്പോൾ കടുവ, പുലി തുടങ്ങിയ ആന തുടങ്ങിയ ഉൾപ്പെടെയുള്ള കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവ ഈ ഗ്രൂപ്പുകളിൽ പെടുന്നതാണ്. അപ്പോൾ ഇവയുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വനം നിയമം പുതുതായി കൊണ്ടുവരാനുള്ള ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അതിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ ബില്ല് ഇനി അടുത്തത് നിയമസഭയിലേക്കായിരിക്കും വരിക. നിയമസഭയിൽ വന്നാലും പാസ്സാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ തന്നെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ്. കാരണം ആലപ്പുഴ ജില്ല ഒഴികെ ഒട്ടുമിക്ക ജില്ലകളിലും ഈ വന്യമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണെന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും ഇന്ന് തന്നെ കോഴിക്കോടുണ്ടായിരിക്കുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂരിലുണ്ടായിരിക്കുന്നു, അതിനു മുമ്പ് ദിവസം പാലക്കാടുണ്ടായിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസങ്ങളിലും കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളായാലും കടുവയായാലും പുലിയായാലും ഒക്കെ അവയുടെ ശല്യവും ഒപ്പം അവ കാരണം നഷ്ടപ്പെടുന്ന ജീവനുകളും കാരണം നഷ്ടപ്പെടുന്ന കൃഷിയുമൊക്കെ തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിന് ഒരു പരിഹാരം എന്നോണം ഒരു ബില്ല് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. ഏറെ നാളായി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലെ ചർച്ചകൾ നടത്തിയിരുന്നു. പല ആവർത്തി ഈ നിയമത്തിൽ, അതായത് 1978 വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തിയാൽ മാത്രമേ ഈ ശല്യക്കാരായ കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു അനുമതി ലഭിക്കുകയുള്ളൂ. എന്നാൽ അത്തരത്തിൽ ആ വനം വന്യജീവി നിയമം അതിന് ഒരു മാറ്റം വരുത്തുക എന്നതിൻ്റെ ആദ്യഘട്ടമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ, അല്ലെങ്കിൽ ഈ ലക്ഷ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ ഒരു ബില്ലിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിയമസഭയിലേക്ക് വരും. നിയമസഭ കൂടി പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നീട് നിയമപരമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അനുമതി ഉൾപ്പെടെയുള്ളവ നേടിയെടുക്കേണ്ടതായി വരും. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഒരു ബില്ല് പാസ്സാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നിട്ടില്ല. അത്രയധികം പ്രതിസന്ധികൾ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അങ്ങനെയല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം വലിയ തരത്തിൽ ബുദ്ധിമുട്ടുന്നത് ഈ വന്യജീവികളുടെ ശല്യം കൊണ്ട് തന്നെയാണ്. ഓരോ ദിവസവും കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നതും ആളുകളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഒക്കെയായ വലിയ സംഭവങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇത് മലയോര മേഖലയിലുള്ള ആളുകൾക്ക് ഒരു ആശ്വാസം പകരുന്ന ബില്ല് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പലതരത്തിൽ പുരോഗമിക്കുകയാണ്. ഈ ബില്ലുമായി അനുബന്ധമായ കുറേ കാര്യങ്ങളുണ്ട്. അത് നേരത്തെ തന്നെ പ്രാബല്യത്തിൽ വന്നതാണ്. ഒന്ന്, ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ മരണമടയപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം, അവരുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ ഈ പല ആവർത്തി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് അല്ലെങ്കിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടുള്ളതാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടി, അതായത് കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടി ഒരു നിയമം നടപ്പിലാക്കണം, അല്ലെങ്കിൽ ഒരു അനുമതി നൽകണമെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും അതിനൊന്നും ഒരു മാർഗവും നൽകാത്ത സാഹചര്യത്തിലാണ് ഇത്
ഇതിപ്പോൾ ഈ ഒരു ബില്ലായി വരുന്നത്. ഈ ബില്ലിന് നിയമസഭയിൽ എത്തുമ്പോഴേക്കും നിയമസാധുതയേറും. അവർക്ക് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന നീതിപീഠങ്ങളെ സമീപിക്കാൻ കഴിയും. അങ്ങനെ ഇതിനെ ഒരു പരിധിവരെ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വേഗത്തിൽ ഇനി തിരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഏകദേശം ഞാൻ സൂചിപ്പിച്ചതിന് ഒട്ടുമിക്ക ജില്ലകളിലെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലായി അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ വടക്കൻ ജില്ലകളുടെ ചില മേഖലകൾ, തൃശ്ശൂർ തൊട്ട് പാലക്കാട് അങ്ങനെ തുടങ്ങിയ മേഖലകളിലെ വനമേഖലകളിലൊക്കെയാണ്, ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി വന്യമൃഗങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത്. വയനാടാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഇത് ഓരോ ദിവസവും ഓരോ തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വന്യജീവികളുടെ കാടിറങ്ങി വന്നുള്ള ഈ മനുഷ്യരെ കൊല്ലുന്ന രീതി, ഒപ്പം കൃഷി നശിപ്പിക്കുന്നതും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ബില്ല് പാസ്സായി കഴിയുമ്പോഴേക്കും, ആ ബില്ല് നിയമമായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ കേന്ദ്രത്തിന് മുന്നിലേക്ക് ഒരു സമ്മർദ്ദ തന്ത്രത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. അതുവഴി ഈ ബില്ലിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഈ കാട് വിട്ടിറങ്ങി വരുന്ന ഷെഡ്യൂൾഡ് 1, 2 വിഭാഗങ്ങളിൽപ്പെട്ട മൃഗങ്ങളെ, അതായത് ഉപദ്രവകാരികളായ മൃഗങ്ങൾ, അതെടുത്ത് പറയുന്നുണ്ട് ആ ബില്ലിനകത്ത്. ഉപദ്രവകാരികൾ എന്ന് പറയുമ്പോൾ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുകയും അവ നാട് വിട്ട് തിരിച്ച് കാട്ടിലേക്ക് മടങ്ങാതെ നാട്ടിൽ തന്നെ തങ്ങുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില മൃഗങ്ങൾ, പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ പിന്നെ അതിനെ തുരത്താൻ തന്നെ വലിയ തരത്തിലുള്ളൊരു സമ്മർദ്ദം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വേണ്ടി വരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് അതിൻ്റെ ആദ്യഘട്ടത്തിൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുമെന്ന് പറയാൻ കഴിയും. കാളിദാസ്. ശരി, ടി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. വന്യമൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ള ആ ഒരു നിയമ ഭേദഗതിക്ക് ഇനി നിയമസഭയിലെത്തും. നിയമസഭയിൽ ഈ ഒരു ബിൽ അവതരിപ്പിക്കും. അതിനുശേഷം കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. അതിൽ കൂടുതൽ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ തന്നെ ചർച്ച ചെയ്യും. പിന്നീട് അത് ഗവർണറുടെ പക്കലെത്തി അത് പിന്നീട് ആക്റ്റായി മാറും എന്നുള്ളതാണ്. അത് ജനങ്ങളിലേക്ക് എത്താൻ അതിൻ്റേതായ ചില സ്വാഭാവിക താമസം എങ്ങനെയായാലും എടുക്കും. എന്തായാലും ആ ഒരു ബില്ലിന് വളരെ അത്യാവശ്യമായ ഒരു ബില്ലായിരുന്നു. കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനമായൊരു ബില്ല് കൂടിയാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ടി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.